പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമെന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം കൽപ്പിക്കുന്നതൊക്കെയും അനുസരിപ്പാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥര. നമ്മുടെ ജോയ് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത്, ദൈവീയ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത് നാം ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ വചനം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് പ്രിയമുള്ളവരെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. 119 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ആ 119 സങ്കീർത്തനം മുഴുവനും, അതിനകത്തെ എല്ലാ വാക്യങ്ങളും, സങ്കീർത്തനങ്ങളിലേക്കും ഏറ്റവും വലുതാണ് 119, അതിനകത്തെ എല്ലാ വാക്യങ്ങളും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. പ്രമാണം, കൽപ്പന, ചട്ടം ഇങ്ങനെ പറയുന്നതൊക്കെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 119 സങ്കീർത്തനം അതിൻ്റെ 111 112 വാക്യങ്ങൾ, സാം 119 വേഴ്സസ് 111 and 112. ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു, അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു. നിൻ്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഹൃദയം ദൈവത്തോടും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോടും പറ്റിയിരിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ജോയ് സ്റ്റേബിളായിട്ട് നിലനിൽക്കണമെങ്കിൽ എന്തെല്ലാം ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും, പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ പ്രസൻറ്റ് അഫ്ലിക്ഷൻസിനെ ഒക്കെ ജയിപ്പാൻ ദൈവവചനം നാം വായിക്കണം. ദൈവവചനം നമ്മെ സഹായിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ നമ്മെക്കുറിച്ചുള്ളതും ദൈവത്തിൻ്റെ കൃപയുടെ ഒരു ലാർജർ പിക്ചറും നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. ദാവീദ് അനേക സ്ഥലങ്ങളിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. താൻ അഭിഷേകം പ്രാപിച്ചവനെങ്കിലും ശത്രു ഇട്ടവനെ ഓടിക്കുമായിരുന്നു. ഇന്ന് എൻഗദി മരുഭൂമിയിലാണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം താൻ പാറാൻ മരുഭൂമിയിലായിരിക്കും, പിന്നെ സീഫ് മരുഭൂമിയിലായിരിക്കും, പിന്നെ അതെല്ലാം ഗുഹയിലായിരിക്കും. എന്നാൽ ഈ ഗുഹയിലൊക്കെ ഇരുന്നപ്പോഴും ശത്രു ഓടിച്ചപ്പോഴുമൊക്കെ ദാവീദിന് സ്വർണ്ണഗീതങ്ങൾ എഴുതുവാൻ കഴിഞ്ഞത് അവന് ദൈവത്തോടുള്ള ഒരു ഇൻറ്റിമസി ആയിരുന്നു. അനേക സങ്കീർത്തനങ്ങൾ എഴുതുവാൻ തന്നെ ദൈവം പ്രേരിപ്പിച്ചു. ആ ദാവീദ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ നീഡ്, അവനെപ്പോഴും ഡെസ്പറേറ്റ്ലി ഹി നീഡഡ് ദ വേർഡ് ഓഫ് ഗോഡ്. താൻ പറഞ്ഞൊരു വാക്യമാണ് 119 സങ്കീർത്തനം 72 വാക്യം, സാം 119 വേഴ്സ് 72. 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള പ്രമാണം എനിക്ക് അത്യുത്തമം. പ്രൈസ് ദി ലോർഡ്. അത്യുത്തമമായത് കാംക്ഷിച്ചുകൊണ്ട് ഓടിയ ഒരു ഭക്തനായിരുന്നു ദാവീദ്. ദൈവത്തിൻ്റെ വചനം ഒരു വെപ്പണ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുന്ന അനേക സ്പിരിച്വൽ പവേഴ്സുണ്ട്. പ്രൈസ് ഗോഡ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നാം ഈ ദുഷ്ടൻ്റെ ശക്തികളെയൊക്കെ നാം എതിർത്ത് നിൽക്കണം. അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതിനാണ് എഫേസ്യർ 6 ദൈവം നമ്മെ സർവായുധവർഗം പഠിപ്പിച്ചിരിക്കുന്നത്. സത്യം അരയ്ക്ക് കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, വിശ്വാസം എന്ന പരിച എടുക്കണം, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കണം. ഇതെല്ലാം നമ്മെ സംരക്ഷിക്കുന്നത്. എന്നാൽ ഒരു വെപ്പൺ തിരിച്ച് യുദ്ധം ചെയ്യുവാനുള്ളതാണ് ആത്മാവിൻ്റെ വാൾ, സ്വോർഡ് ഓഫ് ദി സ്പിരിറ്റ്. അതായത് അതെന്തുവാ? ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ഏത് ആത്മീയ ശത്രുവിനെ കഴിഞ്ഞും സ്ട്രോങ്ങാണ്. സാത്താൻ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ദൈവം എങ്ങനെയാണ്, യേശു കർത്താവ് എങ്ങനെയാണ്, എന്താ യേശു കർത്താവ് ചെയ്തത്? അവന് ഓരോ വിധത്തിലും, ഹല്ലേലൂയ, ഓരോ പ്രാവശ്യവും സാത്താനെ അറ്റാക്ക് ചെയ്തത് താൻ ദൈവവചനത്തെ റിസൈറ്റ് ചെയ്തുകൊണ്ട്, ദൈവവചനത്തെ പറഞ്ഞുകൊണ്ടാണ്. സാത്താൻ്റെ നുണയെ കഴിഞ്ഞും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അപ്പോൾ സാത്താന് ഹി ഹാഡ് ടു അഡ്മിറ്റ് ജീസസ് സുപ്പീരിയോറിറ്റി. അതുകൊണ്ട് എന്തുവേണ്ടി? യേശു കർത്താവ് തിരിച്ച് വചനം കൊണ്ട് അവനോട് യുദ്ധം ചെയ്തപ്പോൾ സാത്താൻ അവനെ വിട്ടുപോയി.
കാരണം സാത്താൻ ദൈവത്താൽ തോൽപ്പിക്കപ്പെട്ടവനാണ്. പക്ഷേ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ദൈവവിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പറയട്ടെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം എപ്പോഴും നിൻ്റെ കയ്യിൽ വേണം. റെഡി ടു ഫൈറ്റ് ബാക്ക്. വചനം നിൻ്റെ കയ്യിൽ കാണണം. പ്രേയിങ് അറ്റ് ഓൾ ടൈംസ് ഇൻ ദ സ്പിരിറ്റ് വിത്ത് ഓൾ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. എപ്പോഴും ശത്രുവിനോട് പൊരുത് എന്ന് ചെയ്യിപ്പാൻ തക്കോണം ദൈവവചനം, ദൈവപൈതലേ നിൻ്റെ കയ്യിൽ കാണണം. അത് നിന്നെ നിത്യത വരെയും എത്തിക്കും. നമ്മുടെ എല്ലാ ഇൻറ്റൻഷൻസിനെയും ഡിസേൺ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ബൈബിളുണ്ടല്ലോ, അതൊരു ലൈഫ്ലെസ് ബുക്കല്ല. അത് പരിശുദ്ധാത്മാവ് ബ്രീത്ത് ഔട്ട് ചെയ്തതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായർ 4-ാം അധ്യായത്തിൽ പറഞ്ഞത് ജീവനുള്ളതാ, അത് ചൈതന്യമുള്ളതാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് ചിന്തകളെയും വിവേചിപ്പാൻ അതിന് കഴിയും. നമുക്ക് നമ്മുടെ ബലഹീനതകളും നമ്മുടെ പാപങ്ങളും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാം, അല്ലേ? നമ്മൾ ചിലപ്പോൾ നമ്മെ തന്നെ അങ്ങ് ഫൂളാക്കുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. പക്ഷേ ദൈവത്തിനെ നമുക്ക് ഫൂളാക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, എന്താണ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതെന്നുള്ളത് പുറത്തു കൊണ്ടുവരുന്നതാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ ആ വചനം ഒരു മിറർ പോലെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ചില ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ ഇത് എൻ്റെ കുറ്റമാണല്ലോ പറയുന്നത്, അയ്യോ ഇത് എൻ്റെ ബലഹീനതയെക്കുറിച്ചാണല്ലോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഇച്ചിരി പെയിൻഫുൾ ആയിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, അതിനവിടെ ഹീലിങ്ങും ദൈവം വെച്ചിട്ടുണ്ട്. നമ്മുടെ സിറ്റുവേഷൻ എത്ര ഡെസ്പറേറ്റ് ആണേലും ദൈവപൈതലേ, നമ്മുടെ പാപം നമ്മൾ ദൈവത്തോട് ഏറ്റു പറയണം. നമ്മുടെ പാപം നമ്മുടെ ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തന, അവൻ ക്ഷമിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മറച്ചു വെക്കരുത്. ഹല്ലേലൂയ. ദൈവത്തോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് മുന്നോട്ട് പോകാൻ തക്കൊണ്ട് നമുക്ക് കഴിയണം. സങ്കീർത്തനം 139 23-24 ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നമ്മുടെ ദൈവത്തിന് നമ്മെ അങ്ങനെ നടത്തുവാൻ കഴിയുമെങ്കിൽ ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, അതല്ലേ ഒരു ജയജീവിതം. മനുഷ്യൻ്റെ വാക്കുകളൊക്കെ എംപ്റ്റി പ്രോമിസസാണ്. നേർക്ക് നേരെ നോക്കിയാൽ അതെല്ലാം നല്ല നുണയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം അങ്ങനല്ല. നമുക്ക് ദൈവവചനത്തെ വിശ്വസിക്കാം. അവൻ്റെ പ്രോമിസസ് എല്ലാം സത്യം തന്നെ. അവൻ്റെ വാക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ അത് ഉവ്വ് എന്ന് തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ശക്തിയും ദൈവവചനത്തിൻ്റെ എഫക്റ്റീവ്നെസ്സും എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം തിരുവചനത്തിൽ നിന്ന് കഴിയും. യേശു കർത്താവ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഓരോന്നുണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുമായിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ, അല്ലേ? ആനിമൽസ്, ജലജന്തുക്കൾ കൂട്ടമായി സമുദ്രത്തിൽ പെറ്റുപെരുകട്ടെ, ഉണ്ടായി. പറവകളുണ്ടാകട്ടെ, ഓരോന്നും പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന ആ വചനം, അത് സൃഷ്ടിക്കുന്ന വചനം തീർച്ചയായിട്ടും അനേക കാര്യങ്ങളെ ഉളവാക്കിയെടുത്തെങ്കിൽ ഇന്നും, ഹല്ലേലൂയ, അതങ്ങനെ തന്നെ നടക്കും. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. അവൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കി, ഹല്ലേലൂയ, എന്നിട്ട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. വന്നില്ലേ? യെസ്. ദൈവത്തിൻ്റെ വചനത്തിന് ഇവിടെ ചെന്നാലും ജയമേ ഉള്ളൂ. കാരണം അയക്കപ്പെടുന്ന വചനം അതിൻ്റെ കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരത്തില്ല എന്ന് യെശയ്യാവ് 55 പറയുന്നത് സത്യം തന്നെ. He promised a glorious future for whoever believes in him. Hallelujah. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആ വചനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ജീവനും ചൈതന്യവുമുള്ളതായിട്ട് അത് തീരും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഈ ലോകത്തെ സ്നേഹിച്ച് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഇങ്ങോട്ട് അയച്ചു തന്നു, അല്ലേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രോമിസസ് എല്ലാം സത്യമായി അത് സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയാകണം. യെരമ്യാവ് 6:19 ഇങ്ങനെ പറയുന്നു. ജെറമ്യാ 6:19, ഭൂമിയെ കേൾക്ക, ഈ ജനം എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എൻ്റെ ന്യായപ്രമാണത്തെ നിരസിച്ച് കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും.
പ്രൈസ് ഗോഡ്. എത്രയോ ഭയപ്പെടേണ്ട ഒരു വാക്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ നാം സീരിയസ് ആയിട്ട് എടുക്കണം. സീക്ക് ദ ലോർഡ് ആൻഡ് ലീവ്. ദൈവമാനം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുറടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ആ വചനമനുസരിച്ച് ജീവിപ്പാൻ തക്കണം, ആ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത കൊടുത്ത് ജീവിപ്പാൻ തക്കണം. എല്ലാം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.